സുരേഷ് ഗോപിക്കെതിരെ തൊപ്പി പരാമർശവും പരിഹാസവും ഒക്കെ ആയിട്ട് ഗണേഷ് കുമാർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പം അതാണ് എല്ലാവർക്കും ചർച്ചാ വിഷയം. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, എല്ലാവർക്കും ഉപകാരിയാണ്, എല്ലാവരോടും മാന്യമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. ചൊടിപ്പിക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹം ഈ ഒരു മാധ്യമങ്ങൾക്കെതിരെ പ്രതികരിക്കാറുള്ളത്. അദ്ദേഹത്തിനെ പ്രൊവോക്ക് ചെയ്തിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ്. പിന്നെ ഗണേഷ് കുമാറിന് സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു നല്ല മനുഷ്യനെതിരെ ഇത്രയധികം പരിഹാസമൊന്നും ഉന്നയിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഏതൊരു രീതി നോക്കിക്കഴിഞ്ഞാലും സുരേഷ് ഗോപി ഗണേഷ് കുമാറിനെക്കാട്ടിലും വളരെ കേമനാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു ഭർത്താവ് എന്ന നിലയിലും ഒരു മകൻ എന്ന നിലയിലും ഒരു സഹോദരൻ എന്ന നിലയിലും ഗണേഷ് കുമാർ ഒരു പരാജയമാണെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുടെയൊക്കെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ തന്നെ മനസ്സിലായതാണ്. സുരേഷ് ഗോപി ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു മനുഷ്യജീവി എന്ന നിലയിലും ഇല്ലെങ്കിൽ ഒരു കുടുംബസ്നേഹി എന്ന നിലയിലുമൊക്കെ ഗണേഷ് കുമാറിനെക്കാട്ടിലും ഒരുപാട് ഉയരത്തിലാണ്. അപ്പോൾ ഗണേഷ് കുമാർ ഈ അനാവശ്യമായിട്ടുള്ള പരിഹാസവും കാര്യങ്ങളും ഒക്കെ സുരേഷ് ഗോപിക്കെതിരെ എത്ര നടത്തിയാലും സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്ന ആളുകളുടെ എണ്ണം കൂടത്തേ ഉള്ളൂ, കുറയാനൊന്നും പോകുന്നില്ല. അദ്ദേഹത്തിനെ വളരെയധികം പരിഹസിച്ചതുകൊണ്ട് താങ്കൾ മാത്രമാണ് അവിടെ പരാജിതനായി പോകുന്നത്. ഇനി ഞാനിത് പറഞ്ഞതുകൊണ്ട് എന്നെ സംഘി ആക്കിയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് ശരിയാന്ന് തോന്നിയ ഒരു കാര്യം ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.